ഹായ്, SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ റിലേഷൻഷിപ്പുകളുടെ തകരാറിന്, അതായത് പ്രണയ തകർച്ച എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള പ്രണയ തകർച്ച ഉണ്ടാവുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതായത് സിമ്പിളാണെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാരണങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ആ റിലേഷൻഷിപ്പിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് തകരും എന്നുള്ളത് സംശയമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇതിലൊരു കാരണവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാൻ കാരണമാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രണയ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, ആശയവിനിമയം തന്നെയാണ്. ആശയവിനിമയത്തിൻ്റെ അഭാവം, ആശയവിനിമയം കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ തെറ്റിദ്ധാരണകൾ അവിടെ ഒരുപാട് സംഭവിക്കുന്നു. അതായത് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തിയില്ല എങ്കിൽ, മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മോശമായ രീതി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, വളരെ കുറച്ച് മാത്രം സംസാരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയാതിരിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലുള്ളതൊന്നും ഷെയർ ചെയ്യാതിരുന്നാൽ വേറെ ആരൊക്കെയോ പോലെ അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഞാൻ ഇങ്ങനെയല്ല, ഞാൻ കുറച്ച് നല്ലവനാണ്, അതല്ലെങ്കിൽ എൻ്റെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ ആൾ മനസ്സിലാക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തെറ്റായ രീതിയിലാണ് ആശയവിനിമയം നടത്തുന്നത്, നമ്മുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവമല്ല പുറത്ത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം പിടിക്കപ്പെടും. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അതല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. കാരണം 3 മാസത്തിൽ കൂടുതൽ നമുക്കൊരിക്കലും നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മറച്ചു വയ്ക്കാൻ കഴിയില്ല, അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റായ രീതിയിലുള്ള ആശയവിനിമയം, പിന്നെ സംസാരിക്കുമ്പോൾ എപ്പോഴും വഴക്കുണ്ടാക്കുക, വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുക, ഇങ്ങനെയുള്ള ആശയവിനിമയങ്ങളും ഒക്കെ വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയേക്കാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ അവിടെ സംശയങ്ങൾ കൂടുന്നു, സ്വാഭാവികമായിട്ടും ആ ബന്ധം തകർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസ പ്രശ്നങ്ങളാണ്. അതായത് വിശ്വാസമില്ലായ്മ, സത്യസന്ധതയില്ലായ്മ, അതുപോലെ തന്നെ നന്നായിട്ട് കള്ളം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കാൻ കാരണമായേക്കാം. നമ്മൾ കള്ളം പറഞ്ഞാൽ തന്നെ അത് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. പലർക്കും അറിയില്ല അവർ പറയുന്ന കള്ളങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവരാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മറ്റാൾ അതൊക്കെ കൈയോടെ പിടിക്കണ്ടാവും. അതെല്ലാം പാടെ ഒരു ദിവസം അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേലെയുള്ള വിശ്വാസം നല്ല രീതിയിൽ ഇല്ലാതെയാവും. അപ്പോൾ നിങ്ങൾ സത്യസന്ധരല്ല എന്നൊരു ചിന്ത അവരിലേക്ക് വരും. എല്ലാവരും സത്യസന്ധരായിരിക്കണം, അങ്ങനെ ആയിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിനോട് നീതി പുലർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും കള്ളങ്ങൾ പറയുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ മാറ്റുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസമില്ലായ്മ വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്നത്. അത് നഷ്ടമായി കഴിഞ്ഞാൽ ആ ബന്ധം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, മുന്നോട്ട് പോവില്ല. സോ വിശ്വാസക്കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിന് പരാജയം സംഭവിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകളാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് നടക്കും, അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ ഉണ്ടാവും. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത്, ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. അതായത് ഒരുമിച്ചിരിക്കുന്ന കുറേ സമയങ്ങൾ സ്വപ്നം കാണും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് സ്വപ്നം കാണും, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരിക്കലും അത് തെറ്റല്ല. പക്ഷേ ഇവിടെ തെറ്റെന്താണെന്നറിയോ, ഒരു ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ നടക്കണം, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പ്രതീക്ഷകളൊക്കെ നടക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നതാണ് തെറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സ്വപ്നവും നമ്മുടെ ജീവിതവും ഒന്നല്ല. നമ്മളിപ്പോൾ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു മൂവിയിൽ ഒരു പാട്ടിൻ്റെ സീൻ എടുത്താൽ പോലും അതിൽ കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു സമയം അവർ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത സെക്കൻഡ് കാണുന്നുണ്ടാവുക ചിലപ്പോൾ അമേരിക്കയിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അതായത് ആ ഒരു സെക്കൻഡിൽ അവിടെ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതെന്നുള്ളതാണ്. എന്നിരുന്ന് നമുക്ക് ഈ സമയം ഇവിടെ കേരളത്തിൽ നിന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അമേരിക്കയ്ക്ക് എത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമുക്ക് നടക്കില്ല. പെട്ടെന്ന് നടക്കില്ല എന്നുള്ളതല്ല, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പലരും നമ്മുടെ സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നം എന്നുള്ളതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി നടക്കണമെന്നില്ല. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ച് അത് നടക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ആ റിലേഷൻഷിപ്പിനോട് വല്ലാതൊരു വെറുപ്പും ഒക്കെ ഫീൽ ചെയ്യും. ആ ഒരു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.
അപ്പോൾ യാഥാർത്ഥ്യമല്ലാത്ത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രയത്നക്കുറവാണ്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എഫേർട്ടൊന്നും എടുക്കുന്നില്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുകയും നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്ന രീതിയിലുള്ള ചിന്തകൾ അവരിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായി അവർ തന്നെ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും ഒരേ രീതിയിൽ പ്രയത്നിച്ചേ പറ്റുള്ളൂ. നിങ്ങളും അവരും ഒരേപോലെ തന്നെ അതിനുവേണ്ടി ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. ഒരാൾ മാത്രം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പ്രയത്നക്കുറവ് നിങ്ങളിലുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് തകരാൻ വളരെ ഈസി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ്. രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കണം ലക്ഷ്യങ്ങൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ ആയിരിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് മറ്റാളുടെ ലക്ഷ്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്ത് ജീവിക്കാനൊക്കെ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അതിന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നാട്ടിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹം ഉണ്ടാവുക. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് നാട്ടിൽ തന്നെ ജോലി നേടി നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആവുക എന്നുള്ളത്. അപ്പോൾ വേറൊരാളുടെ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എനിക്ക് പുറത്ത് പോകണം. ഫോർ എക്സാമ്പിൾ എനിക്ക് അമേരിക്കയിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്ത് ജീവിക്കണം എന്നാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും മാരേജ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ മാരേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴേ ആ ബന്ധത്തിന് കുറച്ചുകൂടി രസം ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു രസമുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരാറില്ലേ? കുറേ കാലം കാത്ത് ഇങ്ങനെ ഇരിക്കണം ഓരോന്ന് കാണാൻ വേണ്ടി. ഒരുമിച്ച് നമുക്ക് കുറേ സമയം ഇരിക്കാൻ പറ്റുന്നില്ല, ആകെ കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അവിടെയൊക്കെ നമുക്ക് സാക്രിഫൈസ് ആണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുമിച്ചുള്ളതാണ് കുറച്ചുകൂടി നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണലിയുള്ള അഭിപ്രായമാണ്. ഒരിക്കലും ഇതിനെ തെറ്റായിട്ട് നിങ്ങൾ എടുക്കരുത്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒരാളെന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ അയാൾക്ക് തന്നെ തോന്നും, അയ്യോ ഇതിപ്പോൾ ഞാൻ കുറേ ആയല്ലോ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യണു, ഇപ്പം എൻ്റെ ആഗ്രഹങ്ങൾ വിട്ടിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ആൾ ചിന്തിക്കും, അയ്യോ ഇതിപ്പോൾ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളൊന്നും ഒത്തുപോകില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകില്ല. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ മാരേജിന് മുന്നേ ആൾ ചിന്തിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങളുള്ള ആളുകളാണെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അവിടെയും ഒരു പ്രണയപരാജയം തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പ്രണയപരാജയങ്ങൾ, അതായത് ബ്രേക്കപ്പ് എന്ന് തന്നെയാണ് പറയുന്നത്, ബ്രേക്കപ്പ് സംഭവിക്കുന്നതിന് നമ്മൾ കാണാറുള്ളത്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും തെറ്റുകൾ കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്നതായിരിക്കാം. മറ്റു ചിലത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങൾ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ലേ, അതൊരിക്കലും നമ്മുടെ തെറ്റല്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലാത്തവർക്ക് ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്